നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇസ്രയേലിന് താൽക്കാലിക സമാധാനം നൽകിക്കൊണ്ട് പശ്ചിമേഷ്യയിലെ അശാന്തി സിറിയയിലേക്ക് കടന്നപ്പോൾ കാണുന്നത് അതിഭയാനകമായ കാഴ്ചകൾ തന്നെയാണ്. ചുവപ്പ് തടവറകൾ എന്ന് വിളിക്കുന്ന സിറിയയിലെ ജയിലുകളിൽ നിന്നും വിമതർ മോചിപ്പിച്ചത് മരണം കാത്തുകിടക്കുന്ന അനേകം സ്ത്രീകളെയും കുട്ടികളെയുമാണ്. വിമത പ്രവർത്തനം ആരോപിച്ച് ജയിലിലാക്കിയ പുരുഷന്മാരെ ഇതുവരെയും കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നത് അതീവ ആശങ്ക ഉയർത്തുന്നതാണ്. മാനവികതയ്ക്ക് നേരെ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ചുവന്ന കെട്ടിടത്തിലെ ക്രൂരതകൾ ഇനിയും ഏറെയുണ്ട് പുറത്തുവരാൻ. ഡമാസ്കസിലെ മനുഷ്യ അറവുശാല എന്നുകൂടി അറിയപ്പെടുന്ന സെഡ്നയ മിലിറ്ററി ജയിലിൽ അതീവ സുരക്ഷ ഒരുക്കിയ നിരവധി ഭൂഗർഭ സെല്ലുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവിടെയെല്ലാം എത്തിപ്പറ്റാൻ തന്നെ ഏറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ വിമതർ ജയിലിന്റെ ചുമരുകൾ ഇടിച്ചു പൊളിച്ച് അതിനകത്തെ നൂറുകണക്കിന് അന്തേവാസികളെ ഓരോരുത്തരെയായി പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയാണ്. സ്ത്രീകളും കുട്ടികളും ഒക്കെ അക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ഭൂഗർഭത്തിൽ 3 നിലകളുള്ള ഈ ചുവന്ന ജയിലിൽ പുരുഷ തടവുകാരും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അവർ ആരെയും ഇതുവരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. പ്രസിഡന്റ് ബാഷർ അൽ അസാദിന്റെ വ്യവസായിക പീഡന കേന്ദ്രം എന്നുകൂടി അറിയപ്പെടുന്ന ഈ സൈനിക ജയിലിൽ 2011 മുതൽ 5000 മുതൽ 13000 വരെ അന്തേവാസികളെ തൂക്കിക്കൊന്നിട്ടുണ്ട് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലാഹു അക്ബർ വിളികൾക്കിടയിൽ ജയിലിൽ നിന്നും പുറത്തേക്ക് പിച്ചവെച്ച് നടന്നുവരുന്ന ഒരു കുരുന്നിന്റെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. അൽ ആസാദിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടു എന്നൊരു വ്യാജ വാർത്ത സൃഷ്ടിക്കാനുള്ള റഷ്യൻ ശ്രമം പുറത്തു വന്നതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഇപ്പോൾ ഒരു പിടി ചാരമായി എന്നൊക്കെ തന്നെ പറഞ്ഞ ഇയാൾ ആസാദ് ഇപ്പോൾ റഷ്യയിൽ തലപൊക്കിയിരിക്കുകയാണ്. അൽ ആസാദിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള റഷ്യയുടെ ശ്രമം സെന്റർ ഫോർ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫ് യുക്രൈൻ ആണ് പുറത്തു കൊണ്ടുവന്നത്. ഓടി നടന്ന് പൂട്ടുകൾ തകർക്കുന്നതായിരുന്നു വിമതർ ജയിലുകളിൽ നിന്നും സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിച്ചത്. സ്വാതന്ത്ര്യം ലഭിച്ച സ്ത്രീകൾ പുറത്തിറങ്ങി ആഹ്ലാദ താണ്ഡവം നടത്തുന്നതും ഒക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമാണ്. പുറത്ത് കാത്തുകിടന്നിരുന്ന ബസ്സുകളിൽ അവരെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി. അതിലെ ചിലർ 1.5 പതിറ്റാണ്ടിലേറെയായി ജയിലിൽ കഴിയുന്നവരാണ്. ഭൂമിക്കടിയിൽ ജയിലിന് 3 നിലകളുണ്ട് എന്നും അത് ഇതുവരെ തുറന്നിട്ടില്ല എന്നും വിമതർ പറയുകയാണ്. അത് തുറക്കുന്നതിന് ചില സാങ്കേതിക വിദ്യ ആവശ്യമാണ്. അത് ഉപയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥരും സൈനികരും ഇതിനോടകം തന്നെ അവിടം വിട്ട് പോയി കഴിഞ്ഞു. അതാണ് ആ സെല്ലുകൾ തുറക്കുന്നതിൽ കാലതാമസം നേരിടുന്നത്. സെയ്ദിനായി ജയിലിലെ അനീതികൾ ഇതോടെ അവസാനിപ്പിക്കുമെന്നും വിമതർ അറിയിച്ചിരിക്കുകയാണ്. ഡമാസ്കസിൽ നിന്നും 30 കിലോമീറ്ററോളം ദൂരെ മാറിയുള്ള ജയിലിൽ തികഞ്ഞ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടന്നിരിക്കുന്നത് എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ആരോപിക്കുകയാണ്. ബാഷർ അൽ ആസാദിന് ഏകാധിപത്യ കീഴിൽ ഏകദേശം 10,000-ഓളം രാഷ്ട്രീയ തടവുകാരെയാണ് കാണാതായത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ കൂടി ഇടപെടുന്നുണ്ട്. ഇസ്രായേലും അമേരിക്കയും ഇസ്രായേൽ ശക്തമായ ബോംബാക്രമണം സിറിയയിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും 10,000-ഓളം രാഷ്ട്രീയ തടവുകാരെയാണ് കാണാതായത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ആയിരക്കണക്കിന് തടവുകാരെ കൊല്ലുകയും തെളിവ് നശിപ്പിക്കാൻ ഭൗതിക അവശിഷ്ടങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്തു എന്ന ആരോപണവും നേരത്തെ തന്നെ അസാദ് നിഷേധിച്ചിരുന്നു. ഒരു സൈനിക തടവറയിൽ പ്രതിദിനം 50 പേരെ അസദിന്റെ ഉത്തരവിനനുസരിച്ച് തൂക്കിക്കൊന്നിരുന്നു എന്ന് നേരത്തെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ആരോപിച്ചിരുന്നു. വിശപ്പകറ്റാൻ റൊട്ടി കടത്തിയതിന് തടവിലായ തന്റെ അമ്മാവനെ കുറിച്ച് ഇപ്പോഴും വിവരമില്ല എന്നാണ് ജേർണലിസ്റ്റായ സമീർ ഡോബൽ പറയുന്നത്. അതിനിടയിൽ മറ്റൊരു പ്രധാന നഗരമായ ഹോംസും വിമതരുടെ നിയന്ത്രണത്തിലായി എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. ഭരണകൂടത്തിനോട് വിശ്വാസ്യത പുലർത്തുന്ന സൈനിക വിഭാഗം ഇവിടം വിട്ടൊഴിഞ്ഞതിനെ തുടർന്നാണ് ഇത്. അതിനിടയിൽ സിറിയയിലെ നിരവധി ICS കേന്ദ്രങ്ങളിൽ അമേരിക്കൻ ആക്രമണം നടത്തിയതായും ബൈഡൻ അറിയിച്ചു. അസദിന്റെ ഭരണം അവസാനിച്ചതോടുകൂടി ഉയർന്നു വരാൻ പോകുന്നത് കടുത്ത വെല്ലുവിളികളും അനിശ്ചിതത്വവുമാണ് എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹോംസ് വീഴുകയും തലസ്ഥാനത്തിന്റെ നിലനിൽപ്പ് ആശങ്കയിലാവുകയും ചെയ്തതോടുകൂടി 5 പതിറ്റാണ്ടുകളോളം നീണ്ട അസദ് കുടുംബത്തിന്റെ ഏകാധിപത്യം കടപുഴകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിനിടയിൽ അമേരിക്കയും സിറിയയിലെ വിവിധയിടങ്ങളിൽ കനത്ത ആക്രമണങ്ങളാണ് നടത്തിയത്. മധ്യ സിറിയയിലെ ISIS ക്യാമ്പുകളിലാണ് ആക്രമണം നടത്തിയത് എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. സിറിയയിൽ നടക്കുന്ന ആശയക്കുഴപ്പത്തിൽ ICS മുതലെടുക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ആക്രമണം നടത്തിയത്. 2019 താറുമാറായ ശേഷം ഒരു ഉണർത്തെഴുന്നേൽപ്പിനുള്ള ശ്രമങ്ങൾ ICS നടത്താൻ ആരംഭിച്ചിരുന്നതായും അമേരിക്ക വ്യക്തമാക്കി. യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് 75ഓളം ഇടങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സാധാരണക്കാർക്ക് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും അമേരിക്ക അറിയിച്ചു. സിറിയയിലെ സാഹചര്യം ഒരു കാരണവശാലും മുതലെടുക്കാൻ ICS അനുവദിക്കില്ല എന്നാണ് അമേരിക്ക ഉറപ്പിച്ചു
പറയുന്നത്. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ അമേരിക്ക ഇടപെടരുത് എന്നും നിയുക്ത പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ബൈഡൻ ഭരണകൂടം ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്.